ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം പുരോഗമിക്കുന്നു. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. ക്രമീകരണങ്ങൾ പൂർണ്ണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അവകാശം നിഷേധിക്കുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെയും പത്നിയെയും സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച മാൽദീവ്സ് പ്രസിഡന്റ് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഹമ്മദ് മുയിസു കൂടിക്കാഴ്ച നടത്തുകയാണ്. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലാണ് കൂടിക്കാഴ്ച. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ക്ഷണപ്രകാരം 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് മാൽദീവ്സ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രതിനിധിയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെയും വിവിധ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സന്നിഹിതരാണ്. മാർച്ച് 2026ഓടെ നക്സലിസം രാജ്യത്ത് നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ 3 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. ഹരിയാനയിൽ ഒറ്റ ഘട്ടമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ സുഗമമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അതിവേഗം വികസന പാതയിൽ മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. पूर्वोत्तर के लोगों का आवाज को सुनने वाला दिल्ली में कोई नहीं था. ये तो मोदी जी आने के बाद 10,000 से ज्यादा मिलिटेंट जो है हथियार के साथ में सरेंडर किया है और मुख्य धारा में जुड़ गए हैं. मणिपुर में जो 2 समुदाय के बीच में घटना हुए हैं अनफॉर्चुनेट, उसको छोड़ के पूरे नॉर्थ ईस्ट में शांति है. और अभी जिस तेजी के साथ नॉर्थ ईस्ट आगे बढ़ रहा है, तो कुछ सालों के बाद में नॉर्थ ईस्ट देश के अन्य भागों के साथ में बराबर में पहुंच जाएंगे. മണിപ്പൂരിലെ ചില സംഭവങ്ങൾ ഒഴികെ വടക്കുകിഴക്കൻ മേഖലയിലാകെ സമാധാനം നിലനിൽക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഓഹരി വിപണികളിലെ വിദേശ നിക്ഷേപം 57,000 കോടി രൂപ പിന്നിട്ടു. നിക്ഷേപ വിവരക്കണക്കനുസരിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ 57,724 കോടി രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ 9 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. ഇന്ത്യൻ മൂലധന വിപണിയിലേക്കുള്ള മൊത്തം അറ്റ നിക്ഷേപം 59,023 കോടി രൂപയായും ഉയർന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് തുടക്കമാകും. സമിതി പുനഃസംഘടിപ്പിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. ഭക്ഷ്യ വിലക്കയറ്റം, സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളാണ് RBIക്ക് മുന്നിലുള്ളത്. അതേസമയം പ്രധാന പലിശ നിരക്കുകളിൽ RBI നിലവിലെ സ്ഥിതി തുടരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതുവരെ 2135.5 കോടി രൂപ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2016 മുതൽ 2024 വരെ 1950 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കിവച്ചത്.
മത്സ്യബന്ധന മേഖല, മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കാറുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാന നിലവിലുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതീവ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തൊഴിലാളി ചിലപ്പോ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ഇൻഷുറൻസിന്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അത്തരം ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ്. അതിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നു. അപേക്ഷകൾ ഓൺലൈൻ ആക്കിയതോടെ സഹായധനം ലഭിക്കാനുള്ള കാലതാമസം ഒഴിവായതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഓഖി, പ്രളയം, കോവിഡ്, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എന്നിവ ഉണ്ടായ സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നക്ഷത്ര ചിഹ്നമിട്ട 49 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം ബഹളം വച്ചത്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. എന്നാൽ യാതൊരു വിവേചനവും വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയമായതുമായ ചോദ്യങ്ങളാണ് ചട്ടപ്രകാരം നക്ഷത്ര ചിഹ്നമിടാത്തതാക്കി മാറ്റിയതെന്നും സ്പീക്കർ എ.എൻ. ഷംസീർ മറുപടി നൽകി. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് തൊഴിൽ നിയമ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും പി ചിത്തരഞ്ജൻ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുവിപണിയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലൂടെ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ നിയമസഭയിൽ പറഞ്ഞു. സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ പൊതുവിപണിയിൽ ഉള്ളതിനേക്കാൾ ശരാശരി 25% വരെ വിലക്കുറവിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. 18 വരെ ചേരാനിരുന്ന സഭാ സമ്മേളനം 15ാം തീയതി വരെയാക്കി ചുരുക്കി. കാര്യോപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമെങ്കിൽ അധിക സമയം സമ്മേളനം ചേരുന്നതിനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ചു. ഇന്ത്യയ്ക്കായി മലയാളി താരം ആശ ശോഭന 1 വിക്കറ്റെടുത്തു. ബില്യാർഡ്സിൽ സോങ്ഹെ സിംഗപ്പൂർ ഓപ്പൺ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പങ്കജ് അദ്വാനി. ഇന്നലെ നടന്ന മത്സരത്തിൽ സിംഗപ്പൂർ താരം ജേഡൻ ഓങ്ങിനെ 5-1 തോൽപ്പിച്ചാണ് പങ്കജിന്റെ കിരീട നേട്ടം. ലോക ബില്യാർഡ്സ് കിരീടം നിലനിർത്താൻ അദ്വാനി ഇനി നവംബറിൽ ദോഹയിലേക്ക് പോകും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഗസയിൽ നിന്ന് ഹമാസിന്റെ ആക്രമണത്തിനുള്ള സാധ്യത മുൻനിർത്തി പ്രതിരോധം ശക്തമാക്കി ഇസ്രായേൽ. ഗസയ്ക്ക് സമീപം കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച് 1 വർഷം പിന്നിടുന്ന വേളയിലാണ് നടപടി. വടക്കൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചു. അതിനിടെ ലബനനിൽ നിന്ന് ഇസ്രായേലി പ്രദേശത്തേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷവും രൂക്ഷമായി. പ്രധാന വാർത്തകൾ വീണ്ടും. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം പുരോഗമിക്കുന്നു. ജമ്മുകാശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. ക്രമീകരണങ്ങൾ പൂർണ്ണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അവകാശം നിഷേധിക്കുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.